തിരുവോണമായിട്ട് വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഒരു പണി കിട്ടിയ കാര്യം ആലോചിച്ചത്. ജനിച്ച ശേഷം ആരും സ്നേഹിക്കുന്നവരാരും കൂടി ഇല്ലാത്തൊരു ഓണമായിരുന്നു ഈ വട്ടത്തേത്. ഞാൻ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ, അതുകൊണ്ടായിരിക്കാം ഇടയ്ക്കൊക്കെ കണ്ണെന്നറിയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സ്ട്രോങ് ആവുന്നതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണെന്ന് വിചാരിക്കാം. ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം ബാറ്ററി വളരെ ലോ ആയിരുന്നു. പിന്നെ മൂഡ് സ്വിങ്സ്, വിഷമങ്ങൾ അധികം ഉണ്ടെങ്കിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആവും. പണി എന്താണെന്ന് ചോദിച്ചാൽ 60 യൂറോയുടെ ഒരു ഫൈൻ. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയേ. പട്ടി ചന്തയ്ക്ക് പോയി എന്ന് പറയുന്ന പോലെ പോയപ്പോൾ അവർ പറഞ്ഞു മണ്ടേ വരാൻ. ഭിത്തിയിലെല്ലാം കുറേ കലാകാരന്മാരുടെ അലങ്കോലപ്പണികളൊക്കെ കാണാം. ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ട്രെയിൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? പിന്നെ പോയതൊരു കംഫർട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും 3G ആണ്. ഇന്ന് മൊത്തം പട്ടി ചന്തയ്ക്ക് പോയൊരു ഫീലായിരുന്നു. നല്ല പ്രൈസായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ പോയി സൺഫ്ലവർ ഓയിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജർമ്മൻ ദേശീയ ഫുഡുകൾ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതേപോലെ തിരിച്ചു പോന്നു. നമുക്കിന്നൊരു പ്ലാൻ ഉണ്ടേ. ലേശം താമസിച്ച്, എന്നാലും ഓണമായിട്ട് നമ്മളൊന്നും കാട്ടിക്കൂട്ടിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്നർ മലയാളി ഉണ്ടല്ലോ, നമ്മളെ തെറി പറയും. സോ going to make സാമ്പാർ, മോര്, പിന്നെ മെഴുക്കുവരട്ടി. അത്രയും മതി. അത്രയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഈ സോസ്പാനി എന്തും പോകും. സാമ്പാർ, ചോറ്, ചായ, വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചമ്മന്തിപ്പൊടിയുടെ അവസ്ഥയാ ഇത്. ഫൈനലി അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഓവറോൾ പറയുകയാണെങ്കിൽ ചോറ് ഇന്നലത്തെയാണ്. മോരിനൊരു വികാരമില്ല. സാമ്പാറിനൊരുമാതിരി മാഗിയുടെ ചുവ. പിന്നെ എടുത്ത് പറയാൻ ചമ്മന്തിപ്പൊടി കൊള്ളാം, അത് അമ്മ ഉണ്ടാക്കി തന്നോണ്ട്. പിന്നെ മെഴുക്കുരട്ടി അതും കൊള്ളാം. അപ്പോൾ ഹാപ്പിയാണ്.